വളരെ ദാരുണമായ ഒരു സംഭവമാണ് തിരുവനന്തപുരം ബാലരാമപുരത്ത് നിന്നും വന്ന വാർത്ത. 2 വയസ്സുകാരിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. രാത്രിയിൽ അച്ഛനൊപ്പം കിടന്ന കുഞ്ഞിനെ രാവിലെ കാണാതാവുകയായിരുന്നു. രാവിലെ വീട്ടിൽ തീപിടുത്തമുണ്ടായെന്നും തീ അണയ്ക്കുന്നതിനിടെയാണ് കുഞ്ഞിനെ കാണുന്നില്ല എന്ന് അറിഞ്ഞത് എന്നുമാണ് ബന്ധുക്കൾ നൽകുന്ന വിവരം. ഈ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് പ്രദേശവാസികൾ ഒന്നടങ്കം പറയുന്നുണ്ട്. കുട്ടിയുടെ അച്ഛനെയും അമ്മയെയും അമ്മാവനെയും പോലീസ് ചോദ്യം ചെയ്യുകയാണ്. വളരെ ദുരൂഹതകൾ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. ഇതിൽ ഈ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത്? കാരണം 2 വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞ് എങ്ങനെയാണ് കിണറ്റിൽ വീഴുന്നത്, അതിലേക്ക് എത്തുന്നത്? സ്വാഭാവികമായിട്ടും സംശയങ്ങളൊക്കെ ഉയർന്നു വരുന്നത് ഇതൊരു കൊലപാതകമാകാൻ തന്നെയാണ് സാധ്യത എന്നുള്ളതാണ്. പക്ഷേ അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഈ കുഞ്ഞിന്റെ അച്ഛനെയും അമ്മയെയും അതേപോലെ അമ്മാവനെയും പോലീസ് ചോദ്യം ചെയ്യുകയാണ്. വിവരങ്ങളുമായിട്ട് കെ സ്റ്റെഫിൻ തുടരുന്നുണ്ട്. സ്റ്റെഫിൻ, അടിമുടി ദുരൂഹതകൾ, ഇതിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും അന്വേഷണത്തിന്റെ ഭാഗമായി കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ പ്രാഥമികമായി നമുക്ക് മനസ്സിലാകുന്നത് ഈ കുഞ്ഞ് തനിയെ പോകില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ആരെങ്കിലും കുഞ്ഞിനെ കൊണ്ട് കിണറ്റിലിട്ടതാകണം. പക്ഷെ ഇതാര് എന്നുള്ളത് തന്നെയാണ് സംശയം. അമ്മാവനെയും അച്ഛനെയും അമ്മയെയും ഒക്കെ ഇപ്പോൾ ചോദ്യം ചെയ്യുകയുമാണല്ലോ. എന്താണ് ഏറ്റവും പുതിയ വിവരം? ജയലക്ഷ്മി, ഏതായാലും ഇൻക്വസ്റ്റ് നടപടികൾ ഈ വീട്ടിന് സമീപത്ത്, ഈ കുഞ്ഞിന്റെ മൃതദേഹം ലഭിച്ച കിണറ്റിന് സമീപത്ത് ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്. ഏതായാലും ജയലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ദുരൂഹതകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അത് ഒഴിയണമെങ്കിൽ വിശദമായി ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. ഏതായാലും ഒരു കൊലപാതക സാധ്യത തന്നെയാണ് പോലീസ് ഇപ്പോൾ മുന്നിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ അച്ഛനെയും അമ്മയെയും അമ്മയുടെ സഹോദരനെയും എല്ലാം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. അവരുടെ മൊഴികളിൽ പല തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് തീപിടുത്തമുണ്ടായി, അങ്ങനെയാണ് എഴുന്നേറ്റത് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ എഴുന്നേറ്റപ്പോൾ കുഞ്ഞിനെ കാണാനില്ല എന്ന് പറയുന്നു. പലരും പറയുന്ന മൊഴികളിൽ പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ ഉണ്ട്. അതൊക്കെ തന്നെ ഒഴിയണമെങ്കിൽ വിശദമായ പോലീസിന്റെ പരിശോധനകൾ, അതോടൊപ്പം തന്നെ ചോദ്യം ചെയ്യലൊക്കെ തന്നെ ആവശ്യമാണ്. ആ തരത്തിൽ അത് പുരോഗമിച്ച് വരികയാണ്. ഒപ്പം തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുന്നു. ഒപ്പം ഇനി ഏതായാലും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ ഇനി നടത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ മരണകാരണം എന്താണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി കഴിയുകയുള്ളൂ. ഒപ്പം ഈ പല ദുരൂഹതകൾ ഈ രാവിലെ മുതൽ ഈ വീട്ടിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഒപ്പം തന്നെ നാട്ടുകാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം, ഇവർ തമ്മിൽ പലതരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛൻ ഈ വീട്ടിലേക്ക് സ്ഥിരമായി വരാറുള്ള ആളല്ല. ഇന്നലെ ഒരു മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തിയതാണ് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിയണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. അതിനുവേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും 2.5 വയസ്സ് മാത്രം പ്രായമുള്ള ആ ഒരു കുഞ്ഞ് ഈ കിണറ്റിലേക്ക് രാവിലെ എഴുന്നേറ്റ് ഇങ്ങോട്ടേക്ക് വരില്ല. കിണറിന് അത്യാവശ്യം പൊക്കമുണ്ട് എന്നുള്ളതാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞ് ആ കിണറ്റിലേക്ക് എത്തണമെങ്കിൽ ആരെങ്കിലും കൊണ്ടിട്ടതാകാനുള്ളൊരു സാധ്യത, അത് ആരാണ് എന്നുള്ളതാണ് പോലീസിന് ഇനി കണ്ടെത്തേണ്ടത്. ഈ വീട് റോഡിനോട് ചേർന്നുള്ള ഒരു വീടാണ്. പുറത്തുനിന്ന് ആരെങ്കിലും ഇങ്ങോട്ടേക്ക് എത്താനുള്ള ഒരു സാധ്യത ഉണ്ട് എങ്കിൽ പോലും പോലീസ് ഇപ്പോൾ ഏതായാലും അത് കേന്ദ്രീകരിച്ചൊന്നുമല്ല അന്വേഷണം നടത്തുന്നത്. ഈ കസ്റ്റഡിയിലുള്ള ആരുടെയെങ്കിലും ഭാഗത്തു നിന്നായിരിക്കാം ഇങ്ങനെ ഒരു സമീപനം കുഞ്ഞിനോട് ഉണ്ടായത് എന്നുള്ളത് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. ആ തരത്തിൽ ഒരു അന്വേഷണം നടത്തി വരികയാണ്. ഒപ്പം തന്നെ ഇനി ഫിംഗർ പ്രിന്റും അതോടൊപ്പം തന്നെ ഫോറൻസിക് പരിശോധനകളൊക്കെ പുരോഗമിച്ച് വരേണ്ടതുണ്ട്. അല്ലെങ്കിൽ ആ തരത്തിലുള്ള പരിശോധന നടത്തേണ്ടതുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, ഈ പ്രധാന റോഡാണ്. മുത്താരമ്മൻ കോവിൽ ഹയർ സെക്കൻഡറി സ്കൂളിനോട് തൊട്ട് എതിർവശത്തുള്ള ഈ കടയുടെ ബാക്കിലായിട്ടാണ് അവരുടെ വീടുള്ളത്. ഈ കാണുന്ന ചെറിയൊരു ഇടവഴിയിലൂടെ, അല്ലെങ്കിൽ നടന്നു പോകാൻ മാത്രം കഴിയുന്നൊരു വഴിയിലൂടെയാണ് ആ വീട്ടിലേക്ക് പോകാൻ കഴിയുക.